നിയമസഭയിൽ അര ഡസൻ ബി.ജെ.പി. അംഗങ്ങളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എക്ക് കരയേണ്ടി വരില്ലായിരുന്നുവെന്നും ലഹരി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തിയേനെയെന്നും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പി. കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനമുന്നേറ്റ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. അമ്മയെന്ന നിലയിൽ പ്രതിഭ കരഞ്ഞിട്ടുണ്ടാകാം. മകൻ ചെയ്ത തെറ്റിന് അവർ എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചും ഭരണഘടനയെ വെല്ലുവിളിച്ചും സംസാരിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് ആ സ്ഥാനത്ത് തുടരാൻ നാണമുണ്ടോ എന്നും അവർ ചോദിച്ചു. കേരള നിയമസഭയിൽ അര ഡസൻ ബി.ജെ.പിക്കാരുണ്ടായിരുന്നുവെങ്കിൽ അഡ്വക്കേറ്റ് യു പ്രതിഭയ്ക്ക് കരയേണ്ടി വരികയില്ലായിരുന്നുവെന്നും ലഹരി മാഫിയയെ കൂട്ടുപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നേനെയെന്നും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുമായിരുന്നുവെന്നും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കായംകുളത്ത് ബി.ജെ.പി. നടത്തിയ ജനമുന്നേറ്റ സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഒരര ഡസൻ ആളുകൾ കേരള നിയമസഭയ്ക്കകത്ത് പോയിരുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു, ഇന്ന് നരേന്ദ്രമോദിജി കൊടുത്ത റോഡിന്റെയും പാലത്തിന്റെയും വീടുകളുടെയും 300 പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത കോടാനുകോടി രൂപയുടെയും കണക്ക് അവിടെ എണീറ്റു നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. പ്രതിഭ എം.എൽ.എക്ക് കരയേണ്ടി വരില്ലായിരുന്നു. കായംകുളത്തിൻ്റെ മണ്ണിൽ അര ഡസൻ ബി.ജെ.പിക്കാർ മതിയായിരുന്നു കേരള നിയമസഭയ്ക്കകത്ത്. എന്താണെന്നറിയുമോ? ലഹരി മാഫിയ ഈ കേരളത്തെ വിഴുങ്ങുന്നുവെന്നും അതിന് ലഹരി മാഫിയയെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില തലതൊട്ടപ്പന്മാർ പ്രവർത്തിക്കുന്നുവെന്നും ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ, ഞങ്ങൾ പറഞ്ഞപ്പോൾ, ഞങ്ങളെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ പ്രതിഭ എം.എൽ.എയെ കുറിച്ച് ഒരക്ഷരം പോലും ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയില്ല. എന്താണെന്നറിയുമോ? ഞാനൊരമ്മയാണ്, ഞാനൊരു സഹോദരിയാണ്, എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ ആ സജി ചെറിയാൻ പറയുകയാണ്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, പക്ഷെ പ്രതിഭയുടെ മകൻ 2 പഫല്ലേ വലിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ നാണമുണ്ടോ ഈ സജി ചെറിയാന്? നിങ്ങളാണോ സാംസ്കാരിക വകുപ്പ് മന്ത്രി? നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളുടെ പ്രവർത്തകന്മാർ ജയ് വിളിക്കുന്നത്? ചെങ്ങന്നൂരിൽ നാണക്കേടാണ്. ഈ മനുഷ്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചു, ഈ മനുഷ്യൻ ലഹരി കടത്തിന് അനുകൂലിക്കുന്നു. ഇതാണോ ഒരു മന്ത്രിയുടെ നിലവാരം? പ്രതിഭ കരഞ്ഞു, ഞങ്ങൾക്കറിയാം. ആ അമ്മയുടെ ഉള്ളു നീറിയിട്ടുണ്ട്, പുകഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കൂരമ്പുകളെ ഇതുകൊണ്ട് ആ സ്ത്രീയെ വേദനിപ്പിച്ചപ്പോൾ പ്രതിഭയുടെ മകൻ തൊട്ടടുത്ത നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു കേസിൽ പെട്ടാൽ ആരാണ് ഉത്തരവാദി? പ്രതിഭയാണോ? മക്കളുടെ പിറകിൽ നടക്കലാണോ അമ്മമാരുടെ പണി? 24 മണിക്കൂറും ഒരമ്മയ്ക്ക് മകൻ്റെ പിറകിൽ നടക്കാൻ സാധിക്കുമോ? 24 മണിക്കൂറും ഒരു കുടുംബനാഥന് കുട്ടിയുടെ പിറകെ നടക്കാൻ സാധിക്കുമോ? 7 വയസ്സും 8 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് മുറിയുടെ മുന്നിൽ ആരാണ് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? ആരാണ് ഈ ലഹരി മരുന്നിൻ്റെ കരിയർമാർ? കണ്ടുപിടിക്കണ്ടേ? ചോദ്യം ചെയ്യാൻ കേരള നിയമസഭയിൽ ഈ ലഹരിക്കടത്തിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ ഏതെങ്കിലും നാട്ടിലുള്ള ഒരാണൊരുത്തൻ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഇതുവരെ എണീറ്റു നിന്നിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എത്രയോ കാലമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. മന്ത്രി സജി ചെറിയാന് സാംസ്കാരിക മന്ത്രിയായി തുടരുന്നതിൽ നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ലഹരി കടത്തിനെ അനുകൂലിച്ചും ഭരണഘടനയെ വെല്ലുവിളിച്ചുമാണ് സജി ചെറിയാൻ സംസാരിക്കുന്നത്. മകൻ അത്തരത്തിലൊരു തെറ്റ് ചെയ്താൽ പ്രതിഭ എം.എൽ.എ ആണോ ഉത്തരവാദി? കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം വ്യാപകമാകുന്നതിനെതിരെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.